My heart is shattered. എൻ്റെ ഹൃദയം തകർന്നു പോയിരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് എന്താ പറയുന്നത് അതായത് എൻ്റെ സങ്കടം അൺബെയറബിളാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. അതിശക്തമായ കഠിനമായ ദുഃഖം എനിക്കുണ്ട്, വിവരിക്കാനാകാത്ത ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. അത് വാക്കുകളിൽ പകർത്താൻ എനിക്കാവുന്നില്ല. ഏറ്റവും എൻ്റെ അനുശോചനങ്ങൾ, എൻ്റെ ഏറ്റവും ആഴങ്ങളിൽ നിന്നുള്ള, മനസ്സിൻ്റെ ആഴത്തിൽ നിന്നുള്ള അനുശോചനവും എൻ്റെ പരിക്കേറ്റവരുടെയും കുടുംബങ്ങളുടെ സ്ഥിരം വാചകങ്ങളല്ലേ. കരൂരിലെ ഐ പ്രേ ഫോർ ദ പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് റിക്കവറിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വാഭാവികമായിട്ടും അതെങ്കിലും അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അത് താമസിച്ചാണെങ്കിലും ആ ഒരു ടെംപ്ലേറ്റ് സെൻറ്റൻസുകളിലാണെങ്കിലും ആ ഒരു അനുശോചനം വന്നു കഴിഞ്ഞു. വിജയ് ഇതിനെ ഈ ദുരന്തത്തിനൊരു 3 മണിക്കൂറിന് ശേഷം അനുശോചിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ചെന്നൈയിലെത്തിയതിന് ശേഷമായിരിക്കാം. അദ്ദേഹത്തെ നമുക്കിപ്പോൾ ഒരു അപകടം നടന്ന അടുത്ത മിനിറ്റിൽ അനുശോചനം എഴുതിയിടണം എന്നല്ല നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോയിട്ടുണ്ടാവാം. പെട്ടെന്നൊരു പക്ഷേ ഓടി ചെന്നൈയിലേക്ക് വരാനായിരിക്കാം തോന്നിയത്. അവിടെ കൂടിയാലോചനകൾക്കൊക്കെ ശേഷമായിരിക്കാം ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയത്. ഇത് എന്തൊക്കെയാണെങ്കിലും, രാഷ്ട്രീയ ആരോപണം എന്താവട്ടെ, പൊളിറ്റിക്സ് എന്താവട്ടെ, മനുഷ്യർ ഇപ്പോഴും മരണത്തിന് വേണ്ടിയല്ലേ. അതെ, അതായത് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കായി വേണ്ടി ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ മൊത്തത്തിൽ ഒരു വിവരങ്ങൾ പറയാം. ഇന്ന് 7:30 വലിയ ദുരന്തം കരൂരിൽ സംഭവിക്കുന്നു. വിജയിൻ്റെ TVK തമിഴക വെട്ടർക്കഴകത്തിൻ്റെ റാലിയിൽ ഒരു വലിയ രീതിയിൽ ആൾ തിരക്കുണ്ടാവുകയും തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 36 പേർ മരിച്ചു എന്ന് ഇപ്പോൾ നമ്മൾ ഔദ്യോഗികമായി കൺഫേം ചെയ്യുന്നു. 12-14 പേരിൽ കൂടുതൽ ആളുകൾക്ക് അതീവ ഗുരുതരമായ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ 50-ലധികം പേർ മരിച്ചിരിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോരുന്നു. ഏതായാലും സമീപ ജില്ലകളിൽ നിന്നടക്കം ആംബുലൻസ് സർവീസും ഡോക്ടർമാരുടെ സേവനം അടക്കം അവിടേക്ക് എത്തിയിരിക്കുന്നു. പോലീസിൻ്റെ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു. കേരള സർക്കാർ അടക്കം ആരോഗ്യ ഒരു സംഘത്തെ അവിടേക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള സഹായ വാഗ്ദാനവും കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം അടക്കം നൽകിയിരിക്കുന്നു. കേന്ദ്രം ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിനോട്, തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഒപ്പം ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ കൂടെ DMK പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷവും 1 ലക്ഷം രൂപ പരിക്കേറ്റവർക്കും പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രത്യേക യോഗം ചേരുകയും ഒപ്പം സംഭവ സ്ഥലത്തേക്ക് ഇന്ന് തന്നെ എത്തും എന്ന് അറിയിച്ചിരിക്കുന്നു. 3 മന്ത്രിമാർക്ക് അവിടെ ചുമതല നൽകിയിരിക്കുന്നു. സെന്തിൽ ബാലാജിയുടെ അവരുടെ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സെന്തിൽ ബാലാജിയുടെ മേഖലയാണ് കരൂർ. അവിടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപന റാലി വിജയ് തമിഴക വെട്ടർക്കഴകം നടത്തി. അതിനെ തുടർന്നാണ് ഒരു ഏതാണ്ട് 20,000-10,000 ആളുകളെ മാത്രം TVK പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഘാടനത്തിലെ ഒരു പോരായ്മ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം മുൻ റാലികളിലെല്ലാം വിചാരിച്ചതിൻ്റെ 4-5 മടങ്ങ് ആളുകൾ വന്നതാണ്. ഇത്തവണ പരമാവധി 50,000 പേര് വന്നു എന്ന് വിചാരിച്ചാൽ പോലും 1.5 ലക്ഷം 2 ലക്ഷം ആളുകൾ എത്തി യഥാർത്ഥത്തിൽ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെ അവിടെ ഇതിനേക്കാൾ വലിയൊരു പൊതുസ്ഥലത്തേക്ക് മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ട് അത് TVKയുടെ ഭാരവാഹികൾ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. വിജയ് ആളുകളുടെ അനുയായികളുടെ ഇടയിലേക്ക്, ആരാധകരുടെ ഇടയിലേക്ക് കുപ്പിവെള്ളം എറിഞ്ഞു കൊടുക്കുന്നതും അത് പിടിക്കാനായി ആളുകൾ ബഹളം വെച്ചു എന്നും പറയുന്നുണ്ട്. ഏതായാലും സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെ അടക്കമൊന്നും അവിടേക്ക് എത്തിക്കരുത് എന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് DMK ആവശ്യപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് അടക്കം കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. അണ്ണാമലയെ പോലുള്ള BJP നേതാക്കൾ DMKയുടെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അവർ നടത്തേണ്ട സുരക്ഷയിൽ അവർക്ക് പോലീസിന് പിഴവ് പറ്റിയെന്ന് പറയുന്നു. ഏതായാലും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒപ്പം തന്നെ ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ, കമൽഹാസൻ, ഒപ്പം തന്നെ രജനീകാന്ത് അടക്കം എല്ലാവരും, നടി ഖുശ്ബു അടക്കമുള്ളവർ ഈ സംഭവത്തിൽ അഗാധമായ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുജിത്തെ, ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ പുതിയ അപ്ഡേറ്റുകൾ എന്താണുള്ളത്? മറ്റൊന്ന്, അതിൻ്റെ ഇതിനി ഏതൊക്കെ തരത്തിലേക്ക് ഇനി ഈ വിഷയം രാഷ്ട്രീയമായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും? ഇപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ വെബ്സൈറ്റിൽ അവർ സ്ഥിരീകരിക്കുന്നത് 50 പേര് ICUവിൽ ചികിത്സയിലുണ്ടെന്നാണ് നിലവിൽ. അതായത് 36 മരണവും 50 പേര് ICUവിലുണ്ട്. അതിൽ 10-12ഓളം പേരുടെ നില അതീവ ഗുരുതരം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയപ്പെടാം അല്ലേ. ആ സങ്കടകരമായ വാർത്തകൾ ചിലപ്പോൾ ആവർത്തിച്ചേക്കാം. മാത്രമല്ല, ഈ 12 പേരിൽ 2 കുട്ടികളുണ്ടെന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. ആദ്യത്തെ തമിഴ്നാട് സർക്കാരിൻ്റെ അപ്ഡേറ്റുകളിലൊക്കെയും 2 പിഞ്ചു കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സുകളിൽ അത് കാണുന്നില്ല. 2 തരത്തിൽ അതിൽ ഈ 2 കുട്ടികൾ
സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടോ അതോ രക്ഷപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. അത് ഇനി കൃത്യമായിട്ട് ഇരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ 60,000 പേർക്ക് നിന്ന് ഒരു വേദിയിലെ ആളുകളെ കാണാവുന്ന ഒരു സ്ഥലത്തേക്ക് 1-1.5 ലക്ഷം ആളുകൾ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഇവർ തന്നെ പറയുന്നത് ഇത് 10,000 പേര് വരും എന്നുള്ളതായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവും പോലീസും എക്സ്പെക്ട് ചെയ്തത് 50,000 പേര് വരുമെന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ 3 ഇരട്ടി വന്നു എന്ന് വേണം അനുമാനിക്കാൻ. 2 തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഒന്ന്, ആ പാർട്ടി സംവിധാനത്തിന് നമ്മളിപ്പോൾ പലവട്ടം ആവർത്തിച്ചതുപോലെ വലിയ പിഴവുണ്ടായി. 2, പോലീസ് ഇൻ്റലിജൻസിന് പിഴവുണ്ടായോ, പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് അവർക്കറിയാമല്ലോ എന്നുള്ള കാര്യം ഒരു അപ്പോൾ ഇത് അത്ര വലിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തടയാൻ ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതിന് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാവുമോ? അപ്പോൾ ചിലപ്പോൾ ദുരന്തം സംഭവിക്കില്ലായിരിക്കും, വേറെ തരത്തിലായിരിക്കും ഉണ്ടാവുക. ഇത് എങ്ങനെയാണ് അവിടെ ഈ കാര്യങ്ങൾ രൂപപ്പെട്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ പുലർച്ചെ കുറച്ചുകൂടെ വിശദമായിട്ട് വന്നേക്കും. അന്വേഷണ കമ്മീഷനെ ഇന്ന് രാത്രി തന്നെ ജുഡീഷ്യൽ റിട്ടയർഡ് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. സ്റ്റാലിൻ ഒരുപക്ഷെ ഇപ്പോൾ വിമാനത്തിൽ പുറപ്പെട്ടിട്ടുണ്ടാവണം. അദ്ദേഹം ഇന്ന് രാത്രി തന്നെ വാക്കുകൾ ഒന്നുകൂടെ പറയാൻ തോന്നുന്നു. ആളുകളെ വിജയ് കരൂർ ദുരന്തത്തിൽ പ്രതികരിക്കുന്നു. വിജയിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. വിജയ് റാലിയിൽ ആ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ നിന്ന് ട്രിച്ചിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ചെന്നൈയിലെത്തുകയാണ് ചെയ്തത് വ്യോമമാർഗം. ഏതായാലും വിജയ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. താങ്ങാനാവാത്ത ദുഃഖത്താൽ തകർന്നിരിക്കുന്നുവെന്നും പറഞ്ഞറിയിക്കാനാവാത്ത ഹൃദയവേദനയിലാണെന്നും അപകടത്തിൽപ്പെട്ട സഹോദരന്മാരുടെ കുടുംബത്തിനൊപ്പമാണെന്നും വിജയ് പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ടും എല്ലാ സഹായവും തമിഴ്നാട് സർക്കാരിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒപ്പം ഇവിടെ നിന്നുള്ള ആരോഗ്യ സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ വീണ ജോർജുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം സ്റ്റാലിന് പിണറായി കത്തയച്ചിരിക്കുന്നു എന്നുള്ള വിവരമുണ്ട്. ഒപ്പം ഏതായാലും ഈ വിജയിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് സംബന്ധിച്ചാണ് നമ്മൾ നിലവിൽ എന്തുകൊണ്ട് വിജയ് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ആകാംക്ഷയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു വിമർശനം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഏതായാലും വിജയ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ആരും ഇത്തരത്തിലൊരു ദുരന്തം പ്രതീക്ഷിച്ചിട്ടല്ല ഇതുപോലുള്ള ചടങ്ങുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഇത്തരം മഹാറാലികൾ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് വിജയ് നടത്തുന്നത്, അല്ലെ സുജിത്ത്? ആ ഡ്രമാറ്റിക്കായി നടത്തുന്നതിൻ്റെ വലിയ ആവേശം കൂടുതൽ അപകടം ഉണ്ടാക്കുന്നുമുണ്ട്. അതെ. മറ്റൊന്ന്, ഇപ്പോൾ അൻബിൽ മഹേഷ് മന്ത്രിമാർ കൂട്ടത്തോടെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെന്തിൽ ബാലാജി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സുബ്രഹ്മണ്യം, അൻബിൽ മഹേഷ്, CM നേരിട്ടെത്തുന്നു. അങ്ങനെ എടപ്പാടി പളനിസ്വാമി അടക്കം, അദ്ദേഹം ചെന്നൈയിലാണെന്ന് തോന്നുന്നു പ്രതികരിച്ചത്. അത് നേരത്തെ ഇപ്പോൾ സനോജ് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ നമ്മൾ പലവട്ടം ആവർത്തിച്ചതാണ്. ഒരുപക്ഷെ നേരത്തെ തൊട്ട് കാണുന്ന പ്രേക്ഷകർക്ക് ആവർത്തിച്ച് പറയുന്നു എന്ന് തോന്നാം. പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി തമിഴ്നാട്ടിലെ ഒരു ശൈലി തന്നെ ഇതാണല്ലോ. കൂടുതൽ ആളുകളെ ഈ പ്രത്യേകിച്ച് മാനാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വലിയ സമ്മേളനങ്ങളിലേക്ക് എത്തിക്കുക. അതിന് വലിയ കമാനങ്ങളും കൊട്ടകൊത്തളങ്ങൾ പോലെയൊക്കെയുള്ള വലിയ സിനിമാ സെറ്റൊക്കെ പോലെ വലിയ സെറ്റൊക്കെ ഇടും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും കട്ടൗട്ടുകളും ഒക്കെ വെച്ചിട്ട് അത് ലാർജർ ദാൻ ലൈഫ് എന്നുള്ള തരത്തിലേക്ക് അവരുടെ നേതാക്കളെ അവതരിപ്പിക്കുകയും ഒരേ സമയം അത് തമിഴ്നാട്ടിലെ 2 രീതിയിലാണ്. അതായത് അടിസ്ഥാന മനുഷ്യരുടെ മാസ് അപ്പീൽ ഉണ്ടാക്കണമെങ്കിൽ ഒരേ സമയം തന്നെ ഏഴൈത്തോഴർ ഇമേജും ലാർജർ ദാൻ ലൈഫ് ഇമേജും ഇത് രണ്ടും എങ്ങനെയാണ് ചേർന്ന് വരിക എന്ന് പറഞ്ഞാൽ അതാണ് തമിഴ്നാട് പൊളിറ്റിക്സ്. അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ കട്ടൗട്ടുകളും ഒക്കെ വെച്ചിട്ട് അതേസമയം തോളത്ത് കൈ ഈ രണ്ടും അതുതന്നെയാണ്. ഒന്ന് പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നിറങ്ങി കാരവാനിൽ ആളുകൾക്കിടയിലൂടെ വലിയ റാമ്പിലൂടെയൊക്കെ നടന്നു വരുന്ന, ബൗൺസേഴ്സിൻ്റെ നടുവിലൂടെ നടന്നു വരുന്ന ഇതേ താരം തന്നെ കുടിവെള്ളക്കുപ്പി എടുത്തിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ നിങ്ങൾ വെള്ളം തരുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അത്തരം പൊളിറ്റിക്സ് ചിലവാകുന്ന, അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന വലിയൊരു മാസ് വിഭാഗം ആളുകൾ തമിഴ്നാട്ടിലുണ്ട്. അവർക്ക് രാഷ്ട്രീയ ബുദ്ധി ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അത് ആ രാഷ്ട്രീയ ശൈലിയുടെയാണ്, കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു രീതിയാണ് പരമാവധി ആളുകളെ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ DMKയും ഈ VCKയും തമ്മിൽ കഴിഞ്ഞ ഏതാണ്ട് 1 മാസക്കാലമായിട്ട് നടക്കുന്ന ഒരു മത്സരമുണ്ട്. ആദ്യമായിട്ടാണ് വിജയ് ഒരു പബ്ലിക് ക്യാമ്പയിനുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. 7 ഘട്ടങ്ങളിലായിട്ട് ഒട്ടുമിക്ക ജില്ലകളും കവർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും പോയി നേരിട്ട് കണ്ടിട്ടുള്ള, അതിൻ്റെ കൂടെ സംഘടനാ സംവിധാനം ഫ്രെയിംവർക്ക് കൂടി സെറ്റപ്പ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വിജയ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ആദ്യം 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എനിക്ക് 4-മത്തെയാണോ 5-മത്തെയാണോ ഘട്ടത്തിൽ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടത്. ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ ദിവസം കഴിയും തോറും ഇരട്ടി ആളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് സംവിധാനവും അവിടുത്തെ മറ്റ് ജില്ലാ ഭരണകൂടങ്ങളും ഇതിനു മുമ്പ് വന്ന സ്ഥലങ്ങളിലുമൊക്കെ പോലീസ് ഇൻ്റലിജൻസ് സംവിധാനവും
കോടതി തന്നെയും ഇത്തരത്തിൽ പിന്നെ പോകുന്നത് അപകടമാണ് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. കോടതി പലവട്ടം പോലീസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത് വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുന്നുണ്ടോ എന്ന്. വിജയ്ക്ക് പോലീസ് ഒരു 25 നിർദ്ദേശങ്ങൾ, അതായത് ഒരു റാലി നടത്താൻ പാടില്ല എന്നിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരു 25 നിർദ്ദേശങ്ങൾ, എത്തരത്തിലാകണം വേദി, അവിടെ വെന്റിലേഷൻ ഉണ്ടാവണം, ആളുകളെ എത്തിക്കുന്നതിൻ്റെ രീതി എങ്ങനെയായിരിക്കണം, പാർക്കിംഗ് എങ്ങനെയായിരിക്കണം, നിങ്ങൾ കൊണ്ടുവരുന്ന പിന്നെ സ്വകാര്യ വോളണ്ടിയേഴ്സ് എത്ര പേരുണ്ടാവും, അവരുടെ വിവരങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു കോർഡിനേഷൻ ഇതിൻ്റെ ഒരു 25 നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. വിജയ് അപ്പോഴൊക്കെയും പറഞ്ഞത് TVKയുടെ സമ്മേളന സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ആളുകൾ എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള DMKയുടെ തിമുകയുടെ ഗൂഢശ്രമം എന്നൊക്കെ രീതിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദുബായിലുള്ള ഉദയനിധി സ്റ്റാലിനും വിജയും തമ്മിൽ വാക്പോര് തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അണികളിൽ വാരി നിറച്ച ഒരു ആവേശമുണ്ട്. കൂടുതൽ ഒരു 10,000 പേരെങ്കിൽ 10,000 പേരെ കൂടുതൽ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള വിജയുടെ TVKയ്ക്ക് സംഘടനാ സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാലും അത് വിജയ് മക്കൾ മന്ത്രമായിരുന്ന കാലം മുതലുള്ള ഒരു സംഘടനാ ഫ്രെയിംവർക്ക് അതിനുണ്ട്. അതിന് ആൾക്കാരെ എത്തിക്കാൻ പറ്റും. വിജയുടെ കരിസ്മയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയോ ലക്ഷം പേരെ ഏതെങ്കിലും സ്ഥലത്ത് അണിനിരത്തുന്നതിൽ ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, സെന്തിൽ ബാലാജിയുടെ സ്ട്രോങ് ഹോൾഡാണ് ഈ സ്ഥലം. സെന്തിൽ ബാലാജിയും വിജയും തമ്മിലും കഴിഞ്ഞ ദിവസം നടന്ന ഒരാഴ്ച മുമ്പ് നടന്ന ചില DMKയിലെ എല്ലാവരും ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തർക്കങ്ങളുണ്ട്. ഞങ്ങൾ എതിർക്കുന്നത് പിന്നെ സ്റ്റാലിൻ അങ്കിളിനെയാണ്, DMK ആണെന്ന് ഇയാൾ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് 1-ാം നമ്പർ ശത്രു ആയിട്ട് DMK വിജയ് പ്രഖ്യാപിച്ചതോടെ നിങ്ങൾ തന്നെ എന്നാൽ ഞങ്ങളുടെ ശത്രു ADMK കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതിൽ ഇതിൻ്റെ യൂത്ത് വിങ്ങും അതേപോലെ ഇവരുടെ താഴേക്കിടയിലുള്ള ആളുകളും ഏതാണ്ട് തനിക്കൊപ്പമുള്ള എതിരാളി എന്നുള്ള രീതിയിൽ ഇവരെയും കണ്ടു തുടങ്ങി. ഈ ഒരു സംഘർഷം ഇവർ തമ്മിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളെ എത്തിക്കാൻ ശ്രമിച്ചു. ആളെ എത്തിക്കുന്ന സമയത്ത് ആ ആളെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം പാർട്ടിക്കില്ലാതെ പോയി. ഒന്ന് ചോദിച്ചോളട്ടെ, അതായത് വളരെ വൈകിയാണെങ്കിലും വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. പക്ഷേ ഈ ഒരു പ്രതികരണം അല്ല നമുക്ക് വേണ്ടിയത്. കാരണം ഈ ഒരു പ്രതികരണം ആഭ്യന്തരമന്ത്രി അടക്കം അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതി അടക്കം ഇത്തരത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്രത്തോളം അനാസ്ഥയുടെ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. നമുക്ക് തുടക്കം മുതൽ ഈ വാർത്ത കിട്ടുമ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടെയാണ് ഇതിനെ എടുത്തത്. കാരണം 50 പേര് കുഴഞ്ഞു വീഴുന്നു. സ്വാഭാവികമായും വിജയ് പോലുള്ളൊരു പ്രഭ അത്തരത്തിലൊരു പരിപാടി വെക്കുമ്പോൾ ഒരു രാഷ്ട്രീയം എന്നതിലുപരി ഒരു നടൻ ആണ് അവിടെ എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഒരു സുരക്ഷാ സംവിധാനം വേണ്ടത്ര അവിടെ വേണമായിരുന്നു. ഈ ഒരു പ്രതികരണമല്ല നമുക്ക് വിജയുടെ ഭാഗത്ത് നിന്ന് വേണ്ടുന്നത്. അഞ്ജലി, അത് തന്നെയാണ്. അതായത് സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ ട്രിച്ചിയിൽ നിന്ന്, അതായത് നാമക്കലിൽ നിന്ന് ഇവിടേക്ക് ഈ കരൂരിലേക്ക് വിജയ് എത്താൻ ഒരുപാട് സമയമെടുക്കുകയും ആളുകൾ അത്രയും മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുതന്നെ ആളുകളെ അവശരാക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇത് മുൻ റാലികളിലും സംഭവിച്ചതാണ്. ഇന്ന് 7 മണിക്കൂറോളം വിജയ് വൈകി എത്തിയിരുന്നു, അല്ലെങ്കിൽ അത്രയും സമയം 12 മണിക്കൂറോളം ആളുകൾ ആ മേഖലയിൽ വന്ന് തടിച്ചുകൂടി നിൽക്കുന്നു. അവരുടെ ഭക്ഷണം, അവരുടെ ക്ഷീണം ഉണ്ടാവും, അവരുടെ വെള്ളം അവൈലബിലിറ്റി, ഇതെല്ലാം പ്രശ്നമായിരുന്നു. ഒപ്പം കഴിഞ്ഞ റാലികളിൽ വലിയ തിരക്കുണ്ടാവുകയും വലിയ രീതിയിലേക്ക് ആളുകൾ കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും തിരിച്ചു മടങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയിൽ സർക്കാർ ഇടപെട്ടു, പോലീസ്, ജില്ലാ ഭരണകൂടം ഇടപെട്ടു. 23 നിർദ്ദേശങ്ങൾ നൽകി. അതിൽ കൺവോയ്, അതായത് വിജയിൻ്റെ കൂടെയുള്ള ഈ കവചിത വാഹനങ്ങളുടെ സംഘം അതിനിടയിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കരുത്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ആളുകളിലേക്ക് വിജയ് ഇറങ്ങിച്ചെല്ലരുത് നിർദ്ദേശം വെച്ചു. ഗർഭിണികളെ ഒരു കാരണവശാലും ഈ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത്, അതുപോലെ തന്നെ കുട്ടികളെയും എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ മേഖലകളിൽ വലിയ വാഹനത്തിൽ, അതായത് കാരവാനിൻ്റെ മുകളിലേക്ക് ആ രീതിയിൽ സന്നാഹം ഒരുക്കിയിട്ടാണ് വിജയ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ, അതിൻ്റെ വയറുകൾ എല്ലാം ഉണ്ട്. ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ട അവസ്ഥയുണ്ടായി. ഈ റാലി നടക്കുന്ന മേഖലകളിൽ ഇതുപോലും വിജയ് രാഷ്ട്രീയ വിമർശനമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. സ്റ്റാലിൻ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാലിനെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം വിജയ് വിചാരിച്ചത് ഈ ഫാൻസിൻ്റെ അത്രയധികം ഫാൻസ് ഉള്ളൊരു നടൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് അതിൻ്റേതായ രീതിയിൽ സ്വന്തം നിലക്ക് വലിയ സുരക്ഷ ഒരുക്കാൻ സാധിക്കും. പക്ഷേ ജില്ലാ ഭരണകൂടം ഒപ്പം പോലീസ് ഈ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പോലീസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഇടത്തേക്ക് അവർ പരിപാടി ഫിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. നേരത്തെ അതിനേക്കാൾ വിശാലമായ ഓപ്പൺ എയർ, അതായത് ഓപ്പൺ
ഓപ്പൺ സ്പേസിലേക്ക് റാലി സംഘടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം കരൂരിൽ ലംഘിക്കപ്പെട്ടു. കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയ ഒരു സ്ഥലത്തേക്ക് വന്നു. 1,20,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്ഥലത്ത് പരമാവധി ഉൾക്കൊള്ളിക്കാനാവുന്ന നിൽക്കാൻ കഴിയുന്ന വലിപ്പം എന്ന് പറയുന്നത് 40,000 50,000 ആളുകളാണ്. പക്ഷേ ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾ വിജയിനെ കാണാൻ വന്നു, തടിച്ചുകൂടി എന്നുള്ളതാണ്. ഇത് തന്നെ വലിയ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിക്കുന്ന വലിയ സുരക്ഷാ വീഴ്ചയുണ്ടാക്കി. ഏതായാലും ഇപ്പോൾ വിമർശനങ്ങളും പഴിചാരലുകളും മാത്രമല്ല, അതിനെ സംബന്ധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാണ്. ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ആ സ്ഥലത്തേക്കെത്തും. കേരളത്തിൻ്റെതടക്കമുള്ള ആരോഗ്യ വിദഗ്ധ സംഘങ്ങൾ അവിടേക്ക് വരുന്നു. വിവിധ ജില്ലകളിലെ ജില്ലാ കളക്ടർമാരെ കരൂരിലേക്ക് കൊണ്ടുപോവുകയും അവർ അവിടുത്തെ സുരക്ഷ സംബന്ധിച്ചും ആരോഗ്യ ചികിത്സ സംബന്ധിച്ചുമുള്ള എല്ലാ തരത്തിലുള്ള കോർഡിനേഷനുകൾ നടത്തുന്നു. മറ്റ് ജില്ലകളിൽ നിന്ന് പോലീസ്, ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം തന്നെ അവിടേക്ക് എത്തുന്നു. 3 മന്ത്രിമാർ എത്തുന്നു. അതായത് നമുക്ക് അറിയാവുന്നതുപോലെ സെന്തിൽ ബാലാജി മാത്രമല്ല, ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യം അടക്കമുള്ള നേതാക്കളെല്ലാം, മന്ത്രിമാരെല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോടെ സ്റ്റാലിൻ അവിടെ എത്തും. നാളത്തേക്ക് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അടിയന്തരമായി യോഗം ചേരുകയും അവിടേക്ക് തിരിച്ച് എത്തും എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നു. വിജയിൻ്റെ ഈ വിഷയത്തിൽ അഗാധ വ്യസനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിജയിൻ്റെ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതായാലും മരണസംഖ്യയിൽ വലിയ അപ്ഡേറ്റ് എന്ന് പറയാനെന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന മരണസംഖ്യ 36, അതിൽ കൂടുതൽ ആളുകൾ മരിച്ചിരിക്കാം എന്നുള്ളത് തന്നെയാണ്. അഞ്ജലി.